ഹലോ പ്രിയപ്പെട്ടവരെ, നമുക്ക് യൂട്യൂബിന്റെ വരുമാനം കിട്ടി. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് യൂട്യൂബിന്റെ വരുമാനം ഒന്നുമല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിന്റെ വരുമാനം കിട്ടി. ആ യൂട്യൂബിന്റെ വരുമാനം ഒരിക്കലും വീഡിയോസിലൂടെ പറയാൻ പാടില്ല, ആൾക്കാരോട് പറയാൻ പാടില്ല. അത് യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. ഇത്തരത്തിലൊക്കെ നിരവധി ആളുകൾ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വീഡിയോസ് ചെയ്യുന്നത് വെച്ചാൽ യൂട്യൂബ് ടെക് പറയുന്നവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടും, അവരുടെ സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഇങ്ങനെ പൈസയൊക്കെ, ഞാൻ ഇപ്പോൾ തമ്പനയിലൊക്കെ ഇട്ട പോലെ ഇങ്ങനെയൊക്കെ പൈസയൊക്കെ കാണിച്ചിട്ട് അവര് അത് ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവർ ഈ പൈസ കാണിക്കുക എന്നുള്ള ഒരൊറ്റ സംഭവമാണ്. അവർ എന്നിട്ട് പറയുന്നുണ്ട് യൂട്യൂബിന്റെ പോളിസി പ്രകാരം വരുമാനം വിളിച്ച് പറയാൻ പാടില്ല കേട്ടോ എന്നൊക്കെ. അപ്പോൾ ഒരുപാട് ഞാൻ പല യൂട്യൂബ് ടെക്കുകാരും പറയുന്നതും കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇത് എവിടെ നിന്നാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അറിവ് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ യൂട്യൂബ് പോളിസിയിൽ ഒരിക്കലും യൂട്യൂബിന്റെ വരുമാനം പുറത്ത് പറയാൻ പാടില്ല എന്നൊരു പോളിസിയേ ഇല്ല. ഏതാണ് സത്യം. ഇത് പിന്നെ എവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബ് പറയുന്ന അങ്ങനെ ഒരു പോളിസി ഇല്ല, പക്ഷെ നിങ്ങൾ പറയാതിരിക്കലാണ് നല്ലത് എന്ന്. കാരണം അതിന്റെ കാരണം അവർ പറയുന്നത് ടാക്സ് ആണ് മെയിനായിട്ട്. പിന്നെ വലിയ വരുമാനമൊക്കെ ലാഭം കിട്ടുന്നവർക്ക് വലിയ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇൻകം ടാക്സിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ശത്രുക്കൾ കൂടും, അതുപോലെ തന്നെ കടം ചോദിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നൊക്കെയാണ് കാരണങ്ങൾ. അല്ലാതെ ടെക്നിക്കലി യൂട്യൂബ് പോളിസി പ്രകാരം അങ്ങനെ ഒരു റൂൾസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇവരിത് എന്തിനു പറഞ്ഞുണ്ടാക്കുന്നു അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പല യൂട്യൂബർമാരും പറഞ്ഞു പാടി വന്ന ഒരുപാട്, പിന്നെ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് കിടക്കുന്നുണ്ട്. ഒരുപാട് പിന്നെ അറിയാത്ത അപ്ഡേറ്റുകളും ഇല്ലാത്ത അപ്ഡേറ്റുകളും ഒക്കെ ഉണ്ടാക്കി പറഞ്ഞ് അത് ഏറ്റുപാടുന്ന കുറച്ച് ആളുകൾ അങ്ങനെ വന്നതായിരിക്കാം. പക്ഷെ യൂട്യൂബ് റൂൾസ് പ്രകാരം യൂട്യൂബിന്റെ മണി പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു പോളിസിയേ ഇല്ല. കാരണം നമ്മൾ ഒരു ടാക്സിന് വരെ 2 ടാക്സ് ഒക്കെ, USA ടാക്സ്, കേന്ദ്രത്തിന്റെ ടാക്സ്, ഇതൊക്കെ കൊടുത്തിട്ടാണ് എന്നിട്ട് ഇത് ഉണ്ടാക്കുന്നത്. പലരും 3 മാസം ഒക്കെ കൂടുമ്പോൾ ചെറിയൊരു എമൗണ്ട് വരുന്ന പാവപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ പോലെ 10-30 രൂപ മാസം കിട്ടുന്നവർക്ക് എന്ത് ടാക്സ് അടക്കാനാണ് ഇതിൽ നിന്നൊക്കെ ഉള്ളതെന്നുള്ളതാണ്. വർഷ വരുമാനം 25 ലക്ഷമോ 20 ലക്ഷമോ അതിന്റെ മുകളിൽ യൂട്യൂബ് വരുന്നവർക്കൊക്കെയാണ് ഈ പിന്നെ ടാക്സിന്റെ ഒക്കെ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും വരുമാനം ഉണ്ടാവുക എന്ന് വെച്ചാൽ മന്ത്ലി ഒരു 1.5 ലക്ഷം ഒക്കെ വേണ്ടി വരും. 1.5-2 ലക്ഷത്തിന്റെ അടുത്ത് മന്ത്ലി യൂട്യൂബ് വരുമാനം ഉള്ളവരാണ്. സ്വാഭാവികമായിട്ടും എന്നെ പോലെ ചെറിയ 10-30 ഒക്കെ വാങ്ങുന്ന എന്നെ പോലെയുള്ളവരൊന്നും ആ ഗണത്തിൽ പെടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം നിങ്ങളോട് പറയാ എന്നുള്ളതാണ്. ചെറിയൊരു ഇൻഫർമേഷൻ ആണ്, ചെറിയൊരു വീഡിയോസ് ആണ്. പക്ഷെ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ച പോലെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തന്നെ പറയട്ടെ. ഓക്കെ, അപ്പോൾ കിഡിൽ ഒരു വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.